ജനാധിപത്യ പ്രക്രിയയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനാപരമായി നിർവഹിക്കുന്നതിൽ ഗവർണർക്ക് നിഷ്പക്ഷമായ ഒരു പങ്കുണ്ട്. അത് കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന കീഴ്വഴക്കങ്ങളുടെയും ജനാധിപത്യ മര്യാദകളുടെയും കൂടി ഭാഗമാണ്. എന്നാൽ BJP ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനും കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കുകയും ചിലത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു രീതി മുൻ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിൽ തുടങ്ങിവെച്ചത്. ഗവൺമെൻറ് നിർദ്ദേശിച്ച ആളുകളെ സർവകലാശാല സെനറ്റിൽ ഉൾപ്പെടുത്താതിരുന്നതും സ്വന്തം നിലയ്ക്കുള്ള വൈസ് ചാൻസലർ നിയമനവുമൊക്കെ നടത്തി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവൺമെൻറ്റുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തയ്യാറായെങ്കിലും ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനുള്ള അധികാരം ഭരണഘടനയനുസരിച്ച് ഗവർണർക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടി നേരിടേണ്ടി വന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ഗവർണർക്കെതിരെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാല ഭരണകാര്യങ്ങളിൽ ചാൻസലറുടെ അമിതാധികാരം പുറത്തെടുക്കുന്നതിനെതിരെ സമരം ചെയ്തപ്പോഴും ഗവർണറെ കരിങ്കൊടി കാട്ടിയപ്പോഴും അദ്ദേഹം ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ. ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട് ഗവർണർ RN രവി തമിഴ്നാട്ടിൽ നേതൃത്വം നൽകിയെങ്കിലും സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ഗവർണറുടെ അധികാര പദവിയെ സംബന്ധിച്ച് ചില സൂചനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിനിടയിൽ രാഷ്ട്രീയ നിഷ്പക്ഷത കാണിക്കേണ്ട തമിഴ്നാട് ഗവർണർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാന ചടങ്ങിൽ ഭാരത് മാതാ കീ ജയ് വിളിക്കുകയും സദസ്സിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് ഏറ്റുവിളിപ്പിക്കാൻ ശ്രമിച്ചതും വിവാദമായിരുന്നു. ഗവർണർമാർ ഇത്തരം പ്രശ്നങ്ങളും ഭരണപ്രതിസന്ധിയും ഉണ്ടാക്കുന്നത് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ തർക്കവും ഏറ്റുമുട്ടലും മൂർധന്യത്തിലെത്തിയതിനിടയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്കും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലേക്കും മാറി വന്നത്. അർലേക്കർ RSS സ്കൂളിൽ നിന്നാണ് ഗവർണറായി വരുന്നതെന്ന് അദ്ദേഹം ഇവിടേക്ക് വരുന്നതിന് മുന്നേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതിയ പോർമുഖം അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ തുടരുമെന്നും ചിലരൊക്കെ പ്രവചിക്കുകയും ചെയ്തെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ പെരുമാറ്റത്തിൽ മാന്യത കാത്തു സൂക്ഷിക്കാനും മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനും അർലേക്കർ ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രിയെ കാണുന്നതിനും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ തിളങ്ങുന്നതും കണ്ടു. RSSൻ്റെ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ടാവണം മാന്യതയുടെ മേലങ്കി അണിഞ്ഞിട്ടും അദ്ദേഹത്തിന് പരിസ്ഥിതി ദിനത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വിളക്ക് കൊളുത്തി തൻ്റെ അജണ്ട ഗവൺമെൻറ് പരിപാടികളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇത് രണ്ടും നടപ്പില്ലെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പ്രസ്താവിക്കുകയും ഇതിൻ്റെ പേരിൽ രാജ്ഭവനിൽ നടക്കേണ്ട ചടങ്ങ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു. ഗവർണറും മുഖ്യമന്ത്രിയും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാവണം പിണറായി വിജയനും രാജേന്ദ്ര അർലേക്കറും ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല. നിലമ്പൂരിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ടാവണം പ്രതിപക്ഷത്തു നിന്ന് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവോ മറ്റ് നേതാക്കന്മാരോ ഈ വിഷയത്തോട് കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല. പക്ഷേ CPI ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുക തന്നെ ചെയ്തു. RSSൻ്റെ ചിഹ്നങ്ങൾ ദേശസ്നേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള വേദിയായി രാജ്ഭവനെ മാറ്റരുതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പ്രതികരിച്ചു. കൂടാതെ കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ ഭരണഘടനയിലും മതേതരത്വത്തിലും അടിയുറച്ചതാണെന്നും പറയുകയുണ്ടായി. സ്ഥിതിവിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നിട്ട പോർമുഖം ഇനി അർലേക്കർ സൗമ്യനായി നിന്ന് ഏറ്റെടുക്കുമോ എന്നേ അറിയാനുള്ളൂ.